ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കടങ്ങളും ആ കടങ്ങൾ സമ്മാനിച്ച ബാധ്യതകളുമാണ്. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനവും ഈ ബാധ്യതകൾ നമുക്ക് തരുന്ന മാനസികമായ സമ്മർദ്ദങ്ങളുടെ കാരണത്താലാണ്. ഓരോ മാസവും ഒരു സാധാരണക്കാരൻ്റെ ജീവിതം കടന്നു പോകുന്നത് മാനസികമായ സംഘർഷങ്ങളിലൂടെയല്ലേ. ഒരുപാട് ബാധ്യതകൾ തീർക്കുവാനുള്ള ഓട്ടമത്സരത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അതിനെ എങ്ങനെ മറികടക്കാം എന്നതുമായി ബന്ധപ്പെട്ട ലളിതമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി. നമ്മൾ ആദ്യം നോക്കുന്നത് കടം വാങ്ങുന്നത് തെറ്റാണോ എന്നാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏതാഗ്രഹങ്ങളും എളുപ്പത്തിൽ സാധ്യമാക്കി തരുന്നതിൽ പണം കടം കൊടുക്കുന്ന, ലോൺ കൊടുക്കുന്ന ഏത് സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മറ്റ് ഏത് സംരംഭങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സൗകര്യങ്ങളിലേക്കും ആ നേട്ടങ്ങളിലേക്കും കടക്കാമെന്ന് കരുതിയാൽ ജീവിതമോ സമയമോ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അതുകൊണ്ട് പണം കടമെടുക്കുന്നതോ ലോൺ എടുക്കുന്നതോ എന്നും ജീവിതത്തിൽ തെറ്റല്ല. അത് ജീവിതത്തിലെ നമുക്ക് കിട്ടിയ വലിയ അവസരങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് കടം ബാധ്യതയാകുന്നത്? നമ്മുടെ വരുമാനം ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പലപ്പോഴും കടമെടുക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ആഗ്രഹങ്ങളുടെ പിന്നാലെ മാത്രം പോയി കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ നേടിയെടുത്തതിന് ശേഷം ആ ബാധ്യത നമുക്ക് വീട്ടിൽ തീർക്കുവാനാവില്ല, അതിന് പരിഹാരം കണ്ടെത്തുവാനാവില്ല. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങൾ നമുക്ക് കൃത്യമായി ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. കാറ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളുടെ കാര്യത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു 30,000 രൂപ വരുമാനമുണ്ട്. നമുക്കൊരു കാറ് വാങ്ങിക്കാം. കാരണം ഒരു സാധാരണ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ടാകും. ഈ 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഒരു കാറ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അടവ് ഏകദേശം ഒരു 10,000 രൂപയ്ക്കടുത്ത് വരും. 30,000 രൂപ വരുമാനമുള്ള നിങ്ങൾക്ക് 10,000 രൂപ അടക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. എന്നാൽ അതിലപ്പുറം നമ്മുടെ വരുമാനവും ജീവിതത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങളെയും നമ്മൾ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 10,000 രൂപ നമ്മൾ കാർ ലോൺ നടക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്രത്തോളം വലിയ ചിന്താഗതികളിലേക്ക് അയാൾ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ 30,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ബസ് യാത്ര. ബസ്സിന് ഒരു ചെലവുണ്ടാകും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കും രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്ക് സ്ത്രീകളാണെങ്കിൽ ഒരു പക്ഷേ ലഞ്ച് കൊണ്ടുവരുമായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ ലഞ്ച് കൊണ്ടുവരില്ല, അവർ പുറത്ത് നിന്ന് കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബസ് ഫെയർ മാത്രം ഇനി മിനിമം ചാർജ് 10 രൂപ കൊടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ പോലും 20 രൂപ വെച്ച് ഏകദേശം 600 രൂപയോളം ഒരു മാസം വേണം. രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കണമെങ്കിൽ ഏകദേശം 50 രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഒരു മാസം അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ 1,500 രൂപയോളം അങ്ങനെ വരും. അപ്പോൾ തന്നെ 2,000 രൂപയ്ക്ക് മേലെയായി. ലഞ്ച് കൂടി കഴിക്കുന്നുണ്ടെങ്കിലോ അത് 3,000-നും 4,000-നും ഇടയിൽ എക്സ്പെൻസിലേക്ക് വന്നു. ഈ 30,000 രൂപയിൽ നിന്നാണ് ഈ 4,000 രൂപ നമ്മൾ അറിയാതെ കടന്നു പോകുന്നത്. ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ള ചെലവും കാര്യങ്ങളും ഒക്കെ നിങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഒരു വലിയ എമൗണ്ട് അങ്ങനെയും കടന്നു പോകും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, നമ്മളെ ഫോണിലെ റീചാർജ്, മക്കളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ, പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ,
നാട്ടിൽ ഒരാഘോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചെലവുകൾ, അതിനിടയിൽ യാദൃശ്ചികമായി കടന്നു വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ, പിന്നീട് ഇതൊന്നുമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അടവുകളും കാര്യങ്ങളും വേറെയും ഉണ്ടാകും. ഈ 30,000 രൂപ വെച്ച് നമ്മൾ കാറിൻ്റെ ഒരു ലോൺ കൂടി അടക്കുമ്പോൾ ബാക്കിയുള്ള 20,000 രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുള്ളൊരവസരം നിങ്ങൾക്കുണ്ടായിരിക്കില്ല. മാത്രവുമല്ല, നിങ്ങൾ കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാറിന് പെട്രോൾ അടിക്കണം, അതിൻ്റെ ചെലവ് വേറെയും ഉണ്ടാകും. പുതിയ ഒരു വാഹനമൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ രീതി മാറിയിട്ടുണ്ടാവും. ഒരവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വാഹനവും എടുത്ത് പുറത്തിറങ്ങും, അപ്പോഴും എക്സ്പെൻസ് കടന്നു വരും. ജീവിതത്തിൽ എങ്ങനെയാണ് ബാധ്യതകൾ കടന്നു വരുന്നത് എന്നതിൻ്റെ തെളിവാണിത്. അതായത് നമ്മുടെ വരുമാനത്തെ കൃത്യമായി മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും യാത്ര തുടങ്ങുന്നു. അവിടെ ജീവിതം വലിയ ബാധ്യതകളിലേക്കും പിന്നീട് പ്രതിസന്ധിയിലേക്കും മാനസികമായ സംഘർഷങ്ങളിലേക്കും കടന്നു പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ ബാധ്യതയായിട്ട് മാറുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ആവേശത്തോടുകൂടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ച് മാത്രമല്ല, നിലവിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മുടെ നിത്യജീവിതത്തിലെ ചെലവുകളെക്കുറിച്ചും ജീവിതത്തിൽ സ്വാഭാവികമായി കടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്ത ആദ്യം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകാൻ അധിക സമയം വേണ്ടിവരില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഒരു ഭാഗത്ത് പറയുന്നു പണം കടമെടുക്കുന്നതിൽ, ലോൺ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറുഭാഗത്ത് പറയുന്നു അതൊരു വലിയ ബാധ്യതയാണ്, പ്രശ്നങ്ങളാണ്, ജീവിതത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടുന്ന കാരണമാണ് എന്ന് പറയുന്നു. ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണമെന്നല്ലേ. ഇവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, കടബാധ്യത ഉണ്ടാക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ കടബാധ്യത അല്ലെങ്കിൽ കടമെടുത്തു കഴിഞ്ഞാൽ, ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടക്കണം. അത് നമ്മുടെ വരുമാനത്തിൽ നിന്നാണ് അടയ്ക്കുന്നത്. അങ്ങനെ അടയ്ക്കുമ്പോൾ അത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അവസരമാണ്. എങ്ങനെ അവസരമാകുന്നു? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ പണവും കെട്ടിവെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു വിട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അയാളുടെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ലോൺ എന്ന് പറയുന്നത് ഒരു വലിയ അവസരമാണ്. താൻ ആഗ്രഹിക്കുന്ന, താൻ ലക്ഷ്യം കണ്ട, താൻ പ്ലാൻ ചെയ്ത ഒരു സംരംഭം ഇവിടെ നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ സ്വയം ഉണ്ടാക്കിയ ആ കടം വീട്ടിൽ തീർക്കുവാനും ജീവിതത്തെ വലിയ വിജയങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അയാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ പണം കടമെടുക്കുക എന്നത് മാത്രമല്ല, നമ്മൾ കടമെടുക്കുമ്പോൾ എത്ര പലിശക്കാണോ എടുത്തത് അതിനേക്കാൾ കൂടുതൽ പലിശ കിട്ടുന്ന രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് കടന്നു വരുന്ന പണത്തെ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനവും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ പണത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാനും സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തൊട്ടറിയുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ കടം എന്ന് പറയുന്നത് ബാധ്യതയല്ല, അത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടതും അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും നമ്മുടെ സാമ്പത്തികമായ വരുമാനം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പുതിയ പുതിയ വഴികൾ കണ്ടെത്തുക. നമ്മൾക്ക് എത്ര കടങ്ങളും ബാധ്യതകളും ഉണ്ടായിക്കോട്ടെ, അതിനെ നേരിടാൻ മാത്രമുള്ള സാമ്പത്തിക ചുറ്റുപാട് ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായിട്ട് നേരിടാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അതിന് കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഈ ലോകം വലിയ അവസരങ്ങളുടേതും സാധ്യതകളുടേതുമാണ്. നമുക്ക് വിജയിക്കുവാനും പണം സമ്പാദിക്കുവാനും ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ പണമുണ്ടാക്കാൻ ആദ്യം നമ്മൾ പണമിറക്കണം. ആ പണമിറക്കുന്നിടത്താണ് കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളും പ്രസക്തിയേറുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അവസരങ്ങളാകുന്നത്. അതിന് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നമ്മൾ ഉപയോഗിച്ച പണം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കുവാനും നമുക്ക് സാധിച്ചാൽ
ഈ കടമെടുക്കുക എന്ന് പറയുന്നതൊന്നും ജീവിതത്തിൽ ഒരു വെല്ലുവിളിയല്ല. ധൈര്യത്തോടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് കടമെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വരുമാനം എന്നതിനോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ചെലവുകൾ കൂടിയുണ്ട്, എത്ര പൈസ നമുക്ക് മിച്ചം വയ്ക്കാൻ സാധിക്കും എന്ന കൃത്യമായ ഒരു കണക്ക് നമുക്കുണ്ടായിരിക്കണം. അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ലോൺ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തികമായിട്ട് വളരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിലവിൽ നിങ്ങൾക്ക് എത്രയാണോ വരുമാനമുള്ളത് ആ വരുമാനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ പുതിയ അവസരങ്ങളിലേക്കും സാമ്പത്തികമായ വളർച്ചയിലേക്കും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 3, നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ട്ണറെയും ഒരു പുതിയ വരുമാന മാർഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള ശ്രമം നടത്തുക. 4, കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെ ആണെങ്കിലും ഏറ്റവും നല്ല ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ചെറിയ എമൗണ്ടുകളാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശീലിക്കുക. നാളെ ആ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ജീവിതത്തിൽ വലിയൊരു തുകയായിട്ട് മാറും. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശയിൽ എവിടെ നിന്നാണ് കിട്ടുക എന്ന കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി മാത്രം നമ്മൾ നടത്തുക. 1% ആണ് കുറയുന്നതെങ്കിൽ പോലും അത് അടവിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതായത് 8% എന്നുള്ളത് 9% പലിശ കൂടുമ്പോൾ ആ 1% എന്ന് പറയുന്നത് 1000-ഓ 2000-ഓ ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പലിശയിൽ എവിടെ നിന്നാണോ കിട്ടുക അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബാധ്യതകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് കഴിയട്ടെ. കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ ഒരു നല്ല ജീവിതം നിങ്ങൾ കൃത്യമായി ലക്ഷ്യം കാണുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുക. ഉറപ്പായും ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും വിട്ടൊഴിഞ്ഞ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ദിവസത്തെ നിങ്ങൾക്ക് കണ്ടെത്താനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി.